ഹായ് ഓൾ, വെൽക്കം ടു ഐഡവ്. നമ്മളിന്ന് ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളുടെ വെബ് പേജിൽ എലമെന്റ്സ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, അലൈൻമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്പ്ലേ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ബ്ലോക്ക് എലമെന്റ്സും ഇൻലൈൻ എലമെന്റ്സും. ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് പുതിയൊരു ലൈനിലായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ അവർ കംപ്ലീറ്റ് വിഡ്ത്ത്, അതായത് ആ ഫുൾ വിഡ്ത്ത് എടുക്കുന്നുണ്ടാവും. അപ്പോൾ div എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് എലമെന്റ് ആണ്. അതുപോലെ h1 ബ്ലോക്ക് എലമെന്റ് ആണ്. കുറച്ച് ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, പുതിയ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരെല്ലാം എന്താണ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ div ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ദെൻ ആ ഡിവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. കണ്ടോ, ആ ഒരു ഡിവ് ഇവിടെ കംപ്ലീറ്റ് വിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻലൈൻ എലമെന്റ് എന്ന് പറയുന്നത് സ്പാൻ, അതുപോലെ ആങ്കർ ടാഗ്, IMG എന്ന് പറയുന്നതൊക്കെ ഇൻലൈൻ എലമെന്റ്സ് ആണ്. അപ്പോൾ സ്പാൻ യൂസ് ചെയ്ത് കാണിക്കാം. സ്പാൻ ഒരു കണ്ടന്റ് കൊടുത്തു. സ്റ്റൈൽ ഡോട്ട് CSS സ്പാൻ, അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ വയലറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഹായ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻലൈൻ എലമെന്റ് ആണ്. സ്പാനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അത് ഇൻലൈൻ എലമെന്റ് ആണ്. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു എലമെന്റിന് എത്രത്തോളം വിഡ്ത്ത് വേണോ അതനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ബ്ലോക്ക് എലമെന്റിൽ നിന്നും അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫുൾ വിഡ്ത്ത് എടുക്കുന്നുണ്ട്. ആൻഡ് ഇൻലൈൻ എലമെന്റ് എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള വിഡ്ത്ത് മാത്രമായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതുപോലെ ഒരു ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും പുതിയൊരു ലൈനിലായിരിക്കും. ആൻഡ് ഇൻലൈൻ എലമെന്റ് എന്ന് പറയുന്നത് അത് ആ ഒരു ലൈനിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഒരു സ്പാൻ എലമെന്റ് കൊടുത്ത് കാണിച്ചു തരാം. കണ്ടോ, അടുത്ത ഒരു സ്പാൻ എലമെന്റ്, അതായത് ഇൻലൈൻ എലമെന്റ് കൊടുത്തപ്പോൾ അത് ഇൻലൈൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഇൻലൈൻ എലമെന്റ് എന്ന് പറയുന്നത്. ഞാനിതിവിടെ കളഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്പ്ലേ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേ, അതിനു മുമ്പ് ഞാനിവിടെ വിഡ്ത്ത് സെറ്റ് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഡിവിന് ഞാൻ 100 പിക്സൽ വിഡ്ത്തും ഹൈറ്റും 100 പിക്സൽ കൊടുത്തിട്ടുണ്ട്. അത് അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ സെയിം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഞാൻ ആർക്ക് അപ്ലൈ ചെയ്യുന്നു, സ്പാൻ എലമെന്റിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്പാൻ എലമെന്റിന് ആ ഒരു ഹൈറ്റും വിഡ്ത്തും അപ്ലൈ ആയിട്ടില്ല, കാരണം അത് ഇൻലൈൻ എലമെന്റ് ആണ്. ആൻഡ് ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ടാണ് അതിന് അപ്ലൈ ആയിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ, ഇവിടെ അത് ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു കൊടുത്തു. ആൻഡ് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ബ്ലോക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഡിസ്പ്ലേ ബ്ലോക്ക് സ്പാനിൽ, അതായത് ഇൻലൈൻ എലമെന്റിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പാൻ എലമെന്റിന്റെ ഹൈറ്റും വിഡ്ത്തും അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അവരൊരു ബ്ലോക്ക് എലമെന്റ് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇൻലൈൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ബ്ലോക്ക് എന്നുള്ളടുത്ത് ഇൻലൈൻ ആണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടുപേർക്കും എന്താ, രണ്ടുപേരും ഇൻലൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് രണ്ടുപേർക്കും വിഡ്ത്തും ഹൈറ്റും അപ്ലൈ ആവില്ല. ഓക്കെ, ആൻഡ് ഇൻലൈൻ ബ്ലോക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടുപേർക്കും വിഡ്ത്തും ഹൈറ്റും അപ്ലൈ ആകും, ഇൻലൈൻ ആയിട്ട് വരികയും ചെയ്യും. കണ്ടോ, ഇൻലൈൻ ആയിട്ട് വന്നിട്ടുണ്ട്, വിഡ്ത്തും ഹൈറ്റും അപ്ലൈ ആയിട്ടുണ്ട്. ഇതാണ് ഡിസ്പ്ലേ ബ്ലോക്ക്, ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻലൈൻ എന്ന് പറയുന്നത് സെയിം ലൈനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ബ്ലോക്ക് എലമെന്റ്സിനെ ഇൻലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ഇൻലൈൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻലൈൻ ആയിട്ടുള്ള എലമെന്റ്സിനെ ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ലൈൻ ബൈ ലൈൻ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ബ്ലോക്ക് യൂസ് ചെയ്യാം. ദെൻ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് രണ്ടിനും വിഡ്ത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻലൈൻ ആയിട്ട് ബ്ലോക്ക് എലമെന്റ് ആയിട്ടും വരണം, ഇൻലൈൻ ആയിട്ടും വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻലൈൻ ബ്ലോക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കുന്നത് ഡിസ്പ്ലേന്റെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഡിസ്പ്ലേ നൺ ആണ്. ഡിസ്പ്ലേ നൺ എന്ന് കൊടുക്കുമ്പോൾ ആ ഒരു എലമെന്റിനെ, ഡിവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഡിവ് ഹൈഡ് ആയിട്ടുണ്ട്. ആൻഡ് ആ ഒരു
എലമെന്റ്, അതായത് സ്പാനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു എലമെന്റ് ഇപ്പോൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്പേസ് ഡിസ്പ്ലേ ആണ് കൊടുത്തപ്പോൾ ആ കംപ്ലീറ്റ് ഡിവ് എലമെന്റ് അവിടെ നിന്ന് പോയി സ്പാൻ എലമെന്റ് ആ സ്പേസിലേക്ക് കയറിയിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ വിസിബിലിറ്റി ആണ് ഹിഡൻ കൊടുക്കുന്നതെങ്കിൽ വിസിബിലിറ്റി ഹിഡൻ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. വിസിബിലിറ്റി ഹിഡൻ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. കണ്ടോ, ആ ഒരു ഡിവിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്പേസ് ശരിക്കും അവിടെ ഒക്യുപ്പൈഡ് ആണ്. ഓക്കെ, ആ സ്പേസ് ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് എന്താണ്, ഈ കണ്ടന്റ്, അതായത് സ്പാനിലെ കണ്ടന്റ് മുകളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. വിസിബിലിറ്റി ഹിഡൻ കൊടുത്ത സമയത്ത് ഇൻലൈൻ ബ്ലോക്ക് നമുക്ക് വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, വിസിബിലിറ്റി ഹിഡൻ കൊടുക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് അവിടെ ഉണ്ട്, നമുക്ക് കാണുന്നില്ല എന്ന് മാത്രം, ആ ഒരു സ്പേസ് അവിടെ ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് CSSന്റെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്പ്ലേന്റെ ഫ്ലെക്സ് ബോക്സ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ആൻഡ് അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് CSSൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.